പക്ഷേ രാഹുൽ മാങ്കൂട്ടൽ വിഷയം ഇങ്ങനെ തുടരെ വരികയാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വീണ്ടും അത് അതിരൂക്ഷമായ രീതിയിൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. വീണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. കോൺഗ്രസ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസം അറിയാമല്ലോ, കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ മാനിഫെസ്റ്റോ എല്ലാ ജില്ലാ ഘടകങ്ങളിലും അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ അവതരിപ്പിക്കുന്ന ഒരു ദിവസമാണ്. തിരിച്ചുവരവിന്റെ പാതയിലായിരുന്ന കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് ആണയടിക്കുന്ന തരത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കോൺഗ്രസിനെ അത് ബാധിക്കില്ലായിരിക്കും. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടൽ ചർച്ചയാവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും മറ്റൊരു ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ള വിവാദം അല്ലെങ്കിൽ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന CPM-നെതിരെ വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി CPM പ്രവർത്തകർ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വാർത്തയൊക്കെ കഴിഞ്ഞ കുറച്ചു നേരം മുൻപ് വന്ന വാർത്തയാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളോടൊപ്പം രാഹുൽ മാങ്കൂട്ടൽ വിഷയം എത്ര ചർച്ച ചെയ്യപ്പെട്ടാലും അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അവർ പ്രതീക്ഷിക്കുന്ന വിജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കില്ല. ചോദ്യമുള്ളത്, അതായത് ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. ആർഷ പറഞ്ഞതുപോലെ ഒരു ഘട്ടം വരെ അത് ബാധിക്കും. പെൻഷനെ എത്ര കണ്ട് സ്വാധീനിക്കുമെന്ന്, എത്ര പോപ്പുലറൈസ് ചെയ്ത് പമ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയാലും ഒരു ഘട്ടം വരെ പൈസ കിട്ടുന്ന കാര്യമാണ്. ജനങ്ങളുടെ പൊളിറ്റിക്സ് അതാണ്. ജനങ്ങൾ അത്തരത്തിലായിരിക്കും എന്നെ കാണുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലൊരു സ്ത്രീയോട് അതിക്രമം ചെയ്ത് പാർട്ടിയെ മൊത്തത്തിൽ നാണം കെടുത്തിയത് തദ്ദേശത്തിൽ ബാധിക്കില്ലെന്നാണ് കരുതുന്നത്. ജനങ്ങൾക്കിടയിൽ അത് ബാധിക്കില്ല. കാരണം നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയൊരു സ്ത്രീ വിഷയം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, ഇപ്പോഴല്ലല്ലോ ഇത് ആദ്യമായി വരുന്നത്. കഴിഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചൊരു വാർത്തയായത് വന്നപ്പോൾ അതിന് പിന്നാലെ അതിന്റെ ചുവട് പിടിച്ച് മറ്റ് ചാനലുകളിൽ ഈ ഒരു വാർത്ത വന്ന സമയത്തേക്ക് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ, ഇപ്പോഴും പ്രതിപക്ഷ നേതാവും രാഹുലും തമ്മിൽ വലിയ ഒരു സ്നേഹത്തോടെ അല്ല പോകുന്നത്, മറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുത വെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമൊക്കെ VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. രാഹുലുള്ള വേദിയിൽ വരുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ജനങ്ങൾ രാഹുലിനെ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. നമ്മളൊരു വീഡിയോ, ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ പോലും രാഹുലിനെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിന്റെ വസ്തുതകൾ, ഈ പരാതികൾ ഇല്ലെന്ന് പറയുന്നത് ധാർമ്മികമായി ഈ ജനങ്ങൾ അല്ല. രാഹുല് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല ഇവരാരും സ്നേഹിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെ, അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ജനങ്ങൾക്ക് അതെ, ഈ പറയുന്ന സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അല്ല, ഇപ്പൊ എനിക്ക് ആ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അത് ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അതായത് ഇപ്പൊ നമുക്കറിയാം പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10ഓളം വീടുകളുടെ തർക്കലിടിയിൽ കഴിഞ്ഞു. ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? പാലക്കാടുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വീട് കിട്ടുമ്പോൾ 10 കുടുംബങ്ങൾക്കാണ് ആ വീട് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ എന്താണ്, നമ്മുടെ MLA നമുക്ക് 10ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ച് തരുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പാലക്കാട് ഇത്രയും വിഷയം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടൽ പാലക്കാട് ചെന്നിറങ്ങുമ്പോൾ ജനങ്ങൾ സ്വീകരിച്ചൊരു രീതിയുണ്ട്. അവരിതൊന്നും ബാധിക്കുന്നില്ല. രാഹുൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് വേണ്ടത് കിട്ടുന്നുണ്ടോ? ഇപ്പോ പെൻഷന്റെ കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞല്ലോ, പൈസയുടെ കാര്യമാണ്, ജനങ്ങൾ അതാണ് നോക്കുകയുള്ളൂ. ശരിയാണ്, ഈ പറയുന്ന ശബരിമല വിഷയമൊന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അവരതിനെക്കുറിച്ച് ആലോചിക്കുക പോയിട്ട് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നതെന്നാണ് എല്ലാ ജനങ്ങളും ആലോചിക്കുക, എല്ലാ വീട്ടുകാരും. അതുപോലെ തന്നെ ആയിരിക്കില്ലേ രാഹുലിന്റെ കാര്യത്തിലും? രാഹുൽ എങ്ങനെയായിരുന്നു എന്നതിനേക്കാളും അവർക്ക് എന്ത് കിട്ടുന്നു എന്നല്ലേ അവർ നോക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. അതായത് രാഹുൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം, രാഷ്ട്രീയ വോട്ടുകൾ നമ്മൾ നോക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് വരുന്ന വോട്ടുകളാണ് നോക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തു വരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പേഴ്സണലി വോട്ട് ചെയ്യുന്നത്, ഇപ്പം പാലക്കാട് ഇത്തരത്തിൽ ഇത് സ്വാധീനിക്കാൻ വളരെ, പാലക്കാട് പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും BJP-ക്കാരും CPM-കാരും വിരട്ടി ഓടിക്കുന്ന സാഹചര്യം, അതിനെതിരെ മാസായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. പ്രശാന്ത് ശിവൻ അതിനെതിരെ ആഞ്ഞടിക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് നഗരസഭ ഇത്തരം ഒരു കാരണം കൊണ്ട് ഇത്തരത്തിലൊരു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തി പ്രചരണം നടത്തുന്നത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് വലിയ ഉറപ്പൊന്നും കോൺഗ്രസിന് ഇപ്പം പ്രതീക്ഷിക്കാൻ കഴിയാൻ സാധിച്ചു. അല്ലെങ്കിൽ ഒരു അട്ടിമറി സാധ്യത എന്നോണം പാലക്കാട് നഗരസഭ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത BJP-ക്കാര് ഈ പറയുന്നത് പോലെ ഈ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാര് അല്ലെങ്കിൽ DYFI പ്രവർത്തകരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാല് കുത്തിക്കില്ല, കാല് വെട്ടും അല്ലെങ്കിൽ കാല് തല്ലിയൊടിക്കും എന്നുള്ള രീതിയിൽ ഭീഷണി സ്വരങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം അവിടെ ചെല്ലുമെന്നുള്ള വാർത്ത വന്നപ്പോൾ, പ്രധാനമായി ശ്രദ്ധിക്കപ്പെട്ട കാര്യം, വാർത്ത വന്നപ്പോൾ ആദ്യം പല ചാനലുകളിൽ പ്രതികരിച്ചത് പ്രശാന്ത് ശിവനായിരുന്നു. ആയിരിക്കുമല്ലോ, പ്രശാന്ത് ശിവനാണ് ഇതിന് പിന്നിലെന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണത്തിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. പ്രശാന്ത് ശിവൻ അല്ലല്ലോ ആദ്യം ഈ പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആകെ ശാരീരികമായി ഭീഷണിപ്പെടുത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മാനസികമായി ഒന്നും പ്രശാന്ത് ശിവൻ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. പ്രശാന്ത് ശിവൻ എന്നല്ല, അവിടെയുള്ള ഒരു നേതാക്കന്മാരും പാലക്കാട് ഇറങ്ങിയാൽ കാല് വെട്ടും, കാല് തല്ലിയൊടിക്കും, എന്നിട്ട് രാഹുൽ പാലക്കാട് ഇറങ്ങിയില്ലേ?
ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നു, പൊതുവേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. BJP-കാരുടെയും CPM-കാരുടെയും വേദിയിൽ രാഹുലിനെ നമ്മൾ കണ്ടു. അവരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ രാഹുലിനെ സ്വീകരിക്കുന്നത് കണ്ടു. ചിലര് എതിർത്തിറങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രാഹുലുമായി വേദി പങ്കിട്ട ചില നേതാക്കന്മാരെ BJP-യിൽ നിന്ന് പുറത്താക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കുന്നതും നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനെയും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല യുവ കാൻഡിഡേറ്റുകളുടെയും മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ മണ്ഡലത്തിലേക്കല്ല വാർഡുകളിലേക്ക്, ഡിവിഷനുകളിലേക്കൊക്കെ ഇറക്കി പ്രചരണം നടത്താനുള്ള ഒരു വലിയ സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വാർത്തയും കൂടെ വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും വനവാസത്തിൽ പോകുന്ന സാഹചര്യം രാഹുലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ ആദ്യമായി ഒരു വാർത്ത വന്നപ്പോൾ രാഹുൽ ഒരു മാസത്തോളം വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ ഇരുന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായും രാഹുൽ പറഞ്ഞിരുന്നു എന്നെ പാർട്ടിയിലേക്ക് എടുക്കാതിരിക്കുക, അത് പാർട്ടിയുടെ ഇഷ്ടം. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന് ഒരു ബൈറ്റുണ്ട്. ഞാൻ MLA ആകാൻ വേണ്ടി ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറെ ആളുകളുണ്ട്. അവർ സ്ഥാനാർത്ഥികളാകുമ്പോൾ അവരുടെ കൂടെ ഞാൻ എന്നും മുന്നിലുണ്ടാവും. എന്നെ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഞാൻ മുൻപിലുണ്ടാവും. പാർട്ടി എന്നെ സ്വീകരിച്ചാൽ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും. PV അൻവർ പറഞ്ഞതുപോലെ, മുന്നണിയിൽ എടുത്തില്ലെങ്കിലും UDF-ന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് PV അൻവർ പറഞ്ഞതുപോലെയാണ് രാഹുലിന്റെ ആ ഒരു സംഭാഷണം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് രാഹുൽ അങ്ങനെ ഒരു വനവാസത്തിന് പോകുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം എന്തായാലും പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയൊക്കെ ഈ ഒരു വനവാസത്തിൽ പോകാൻ തുടക്കത്തിൽ വന്ന പരാതി പോലെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണില്ലായിരുന്നു. ഈ ഒരു വിഷയം ന്യൂസ് മലയാളത്തിൽ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് വന്ന സമയത്ത് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് മാധ്യമങ്ങളിൽ രാഹുൽ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രാഹുൽ അങ്ങനെ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആയിരിക്കും. ഇനി എന്ത് വരും അല്ലെങ്കിൽ എന്തെങ്കിലും വരും എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന മുൻകൂട്ടി കാണലുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, കാരണം ഇത് രാഹുൽ ചെയ്തതാണെങ്കിൽ ഇതിന് എവിടം വരെ പോകും എന്നുള്ളത് രാഹുലിന് വ്യക്തമായി അറിയാൻ സാധിക്കും. ഇനി എന്തൊക്കെ പുറത്തു വരുമെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതലും ഈ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ രാഹുലിന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടി പോലെ ആയിരിക്കില്ല രാഹുലിന് ഇത്തവണ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പക്ഷേ പാലക്കാട് ഇനിയും രാഹുൽ കൂട്ടം, പക്ഷേ അതാണ് ആ ഒരു സംശയമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുലിനെ പാലക്കാടിന് കോൺഗ്രസ് മത്സരിപ്പിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ാണ് കോൺഗ്രസിന്റെ അടുത്ത് നിൽക്കുന്ന യുവതി യുവാക്കളും കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളെല്ലാം പറയുന്നത് മത്സരിപ്പിച്ചാൽ ജയിക്കും, മത്സരിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ പോക്കെങ്കിൽ. പക്ഷെ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസിന്റെ തീരുമാനം എന്താണ്? നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് ഇന്നും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് രാഹുലിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ KPCC പ്രസിഡന്റ് പുള്ളിക്കാരനെ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് വീണ്ടും ഈ മുതിർന്ന നേതാക്കളെ എല്ലാം സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിച്ച് അടിത്തട്ടിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുവരേണ്ട സാഹചര്യത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ വരുന്നത് വളരെ കഷ്ടമാണ്. അത് രാഹുൽ മാങ്കൂട്ടം നേരത്തെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹർഷൻ പറഞ്ഞതുപോലെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഫാക്ടർ എത്രത്തോളം പ്രതിഫലിക്കും അത് പൂർണ്ണമായും അറിയാൻ കഴിയുക പാലക്കാട് ജില്ലയിലെ നഗരസഭയിലും പാലക്കാട്ടെ മണ്ഡലങ്ങളിലുമായിരിക്കും. ഇത്തരത്തിൽ അറിയാതെ കാത്തിരുന്ന് കാണേണ്ടതാണ്.